അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സുവോളജി ചാപ്റ്റർ ആണ്. സുവോളജി ചാപ്റ്ററിലെ 2024 നീറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given below are two statements. Statement 1. Okay, statement 1 എന്നാ പറയുന്നതെന്ന് വെച്ചാൽ the presence or absence of hymen is not reliable indicator of a virginity എന്ന് പറയും. ഓക്കെ, അപ്പൊ ഹൈമൻ എന്താന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ഹൈമൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിലെ എക്സ്റ്റേണൽ ജനീറ്റാലിയ എന്ന് പറയും. എക്സ്റ്റേണൽ ജനീറ്റാലിയയിലെ ഒരു പാർട്ടാണ് ഹൈമൻ എന്ന് പറയാം. ഓക്കെ, ഹൈമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വജൈനായെ പാർഷ്യലി ഓർ എൻറ്റയർലി കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയാം. ഓക്കെ, ഈ ഹൈമന്റെ പ്രസൻസ് ആബ്സെൻസോ എന്താണ്, അത് വെർജിനിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. സോ the first statement is correct ആണ്. The presence or absence of hymen is not a reliable indicator of a virginity. Okay, the second statement, the hymen is torn during the first coitus only എന്നാണ്. ഓക്കെ, ഈ ഹൈമൻ ടോൺ ആവുന്നത്, അതായത് ബ്രേക്കപ്പ് ആവുന്നത്, ഹൈമൻ ബ്രേക്ക് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് കോയിറ്റസ് ഒള്ളി എന്നാണ്. ഫസ്റ്റ് കോയിറ്റസ് ഒള്ളി മാത്രമല്ല, ഹൈമൻ ബ്രേക്ക് ആവാനുള്ള ചാൻസ് വരുന്നത് നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് സൈക്ലിംഗ് ഒക്കെ ഇല്ലേ, ദെൻ ഹോഴ്സ് റൈഡിങ്, ഇതിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് നിന്നാലും ഈ ഹൈമൻ ബ്രേക്ക് ആവാം. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എന്താണ്, റോങ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഏതാണ്, ദ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആണ്, ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are two statements. One is labeled as assertion and another one is labeled as a reason. Okay, അപ്പൊ ഇത് assertion reason type ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിലെ ഫസ്റ്റ് വൺ assertion. assertion എന്താണെന്ന് നമുക്ക് നോക്കാം. FSH act upon ovarian follicles in female and Leydig cells in male. Okay, FSH act upon ovarian follicle in female, അത് correct ആണ്, but and the Leydig cells in male, that is wrong ആണ്. LH ആണ് ആക്ട് ചെയ്യുന്ന Leydig cells. ഓക്കെ, അപ്പം assertion എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് റോങ് ആണ്. ഓക്കെ, അപ്പം assertion റോങ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് റീസൺ നോക്കാം. ഗ്രോയിങ് ഫോളിക്കിൾസ് സെക്രീറ്റ് ഈസ്ട്രജൻ ഇൻ ഫീമെയിൽ while interstitial cells secrete androgen in male human being. Okay, ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. നമ്മുടെ ഓവറിയൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മെയിലിലെ ഇന്റർസ്റ്റീഷ്യൽ സെൽ, ടെസ്റ്റിസിൽ കാണുന്ന ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റീസൺ എന്താണ്, കറക്റ്റ് ആണ്. സോ അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്, വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് എന്ന് ചോദിക്കുമ്പോ, അപ്പൊ ദാറ്റ് ഈസ് എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓക്കെ, ഇവിടെ അസർഷന് ഫോൾസ് ആണ്, റീസണ് ട്രൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are two sets of statements. One is labeled as assertion and another is labeled as reason. അടുത്തതും assertion reason type question തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് assertion എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. assertion പറഞ്ഞിരിക്കുന്നത് breastfeeding during initial period of infant growth is recommended by doctors for bringing a healthy baby. ഓക്കെ, അപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഡോക്ടേഴ്സ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറയും, ഡോക്ടേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ് എന്താണ്, നമ്മുടെ ഇനീഷ്യൽ, അതായത് ആദ്യത്തെ ഒരാഴ്ചയിലെ മിൽക്ക് എന്ന് പറയുന്നത് കുട്ടിക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, ആ ഫസ്റ്റ് ഇനിഷ്യൽ പീരീഡിലുള്ള മിൽക്കിന് ഒരു പേര് പറയും, ഇറ്റ് ഈസ് കോൾഡ് കൊളസ്ട്രം എന്നാണ് പറയാ. ഫസ്റ്റ് മിൽക്ക് ഒരു യെല്ലോ കളർ മിൽക്ക് ആയിരിക്കും, ദാറ്റ് ഈസ് കോൾഡ് കൊളസ്ട്രം എന്നാണ് പറയാ. സോ ആ കൊളസ്ട്രം എന്ന് പറയുന്ന ആ ഫസ്റ്റ്
മിൽക്ക് കുട്ടിക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്, കുട്ടിയുടെ ഹെൽത്തിന് വളരെ ആവശ്യമായിട്ടുള്ള മിൽക്കാണ്. സോ ദ അസർഷൻ ഈസ് കറക്റ്റ്, അസർഷൻ കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് റീസൺ. റീസൺ പറയുവാണെങ്കിൽ കൊളസ്ട്രോൾ contains several antibodies absolutely essential to develop resistance for the newborn baby. അല്ലെ, കൊളസ്ട്രോളത്തിനെ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം കൊളസ്ട്രോൾ എന്ന് പറയുന്ന മിൽക്ക് എടുക്കുകയാണെങ്കിൽ ആ മിൽക്കിനകത്ത് പല ടൈപ്പിലുള്ള ആന്റിബോഡീസ് കാണും. ഓക്കെ, ആന്റിബോഡീസ് ഒക്കെ കുട്ടിക്ക് എന്താണ് റെസിസ്റ്റൻസ്, ന്യൂബോൺ ബോഡിക്ക്, ന്യൂബോൺ ബേബിക്ക് അവർക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ആന്റിബോഡി എന്ന് പറയാം. അവർക്ക് മിൽക്ക് കൊളസ്ട്രോൾ വഴിയാണ് ഈ ആന്റിബോഡി അവർക്ക് കിട്ടുന്നത്. അപ്പം ഡിസീസിനോട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ആ ടൈമിൽ അവർക്ക് കിട്ടുന്നത്. സോ അപ്പൊ കൊളസ്ട്രോളിൽ ആന്റിബോഡീസ് ഉണ്ട് അല്ലെ, ആന്റിബോഡീസ് ഒക്കെ കുട്ടികൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് അവരുടെ ന്യൂബോൺ ബേബിക്ക് അവരുടെ റെസിസ്റ്റൻസിന് വേണ്ടി, ഇൻഫെക്ഷൻ അതായത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പൊ ഏത് ആന്റിബോഡി, അതിലെ മെയിൻ ആയിട്ടുള്ള ആന്റിബോഡി IgA എന്ന് പറയുന്ന ആന്റിബോഡിയാണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറയുന്ന ആന്റിബോഡിയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന മിൽക്കിനകത്തുള്ളത്. സോ അപ്പം എന്താണ് നമ്മുടെ റീസൺ എന്ന് പറയുന്നത് ഏതാണ്, കറക്റ്റ് ആണ്. സോ അപ്പൊ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? ബോത്ത് A and R are correct and R is the correct explanation of A. അല്ലെ, അസർഷന് പറ്റിയ എക്സ്പ്ലനേഷൻ തന്നെയാണ് റീസൺ ആത്തും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ A, B, C, D with respect of spermatogenesis. സ്പെർമാറ്റോജെനസിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വി നോ ദാറ്റ് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം. ഓക്കെ, സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറയാ. അപ്പൊ സ്പേമിന്റെ ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. മെയിലിലെ സ്പേമിന്റെ ഫോർമേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. അപ്പം ആ ഹോർമോൺ റെഗുലേഷൻ ആണ്, അതിന്റെ ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം മെയിലിലെ സ്പേം ഫോം ചെയ്യുന്നത് പ്യൂബർട്ടി ടൈമിലാണ് അവരുടെ സ്പേമിന്റെ ഫോർമേഷൻ നടക്കുക. ഓക്കെ, പ്യൂബർട്ടി പീരീഡ് ആവുമ്പോൾ മെയിലിൽ GnRH എന്ന് പറയുന്ന ഹോർമോണിന്റെ സെക്രീഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ GnRH എന്ന് പറയുന്ന ഹോർമോണിന്റെ സെക്രീഷൻ കൂടി നിൽക്കുമ്പം ആ ഹോർമോൺ രണ്ട് ഹോർമോൺസിനെ മെയിലിൽ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഹോർമോൺ ആണ് ഒന്ന് LH എന്ന് പറയുന്ന ല്യൂട്ടനൈസിങ് ഹോർമോൺ, അനദർ വൺ A, അത് FSH എന്ന് പറയുന്ന ഹോർമോൺ ആണ്. FSH എന്ന് പറയാം, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും. ഈ രണ്ട് ഹോർമോണിന്റെ സെക്രീഷൻ അന്നേരം മെയിലിൽ കൂടുതലായിട്ട് നിൽക്കും. അതിലെ LHന്റെ റോൾ എന്താന്ന് വെച്ചാൽ, LH അതിന്റെ ആക്ഷൻ കാണിക്കുന്നത്, LH എന്ന് പറയുന്ന ഹോർമോൺ അവരുടെ ആക്ഷൻ കാണിക്കുന്നത് നേരെ ലേഡിക് സെൽസിലാണ്. ടെസ്റ്റിസിലുള്ള ലേഡിക് സെൽസിലാണ് LH ഹോർമോൺ അവരുടെ ആക്ഷൻ കാണിക്കുന്നത്, ലേഡിക് സെൽസിലാണ്. ഓക്കെ, ആസ് എ റിസൾട്ട് ലേഡിക് സെൽസ് ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും, ഈസ് കോൾഡ് ആൻഡ്രോജൻ. ആൻഡ്രോജന്റെ റോൾ എന്താന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. ഓക്കെ, സ്പേമിന്റെ ഫോർമേഷൻ, അതായത് സ്പെർമാറ്റിഡ്സിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആൻഡ്രോജൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് FSH. FSHന്റെ റോൾ എന്താണ് മെയിനിലെന്ന് ചോദിച്ചാൽ, FSH അവരുടെ ആക്ഷൻ കാണിക്കുന്നത് നേരെ സെർട്ടോളി സെൽസിലാണ്. ടെസ്റ്റിസിലുള്ള സെല്ലാണ് സെർട്ടോളി സെൽസ് എന്ന് പറയാം. സെർട്ടോളി സെൽസിന് പ്രത്യേകിച്ച് റോൾ ഒന്നുമില്ല, സ്പേമിന്റെ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസിനെ പ്രൊവൈഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ സെർട്ടോളി സെൽസിന്റെ റോൾ. സോ അപ്പൊ സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ സെർട്ടോളി സെൽസ് ചില ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. ആ ഫാക്ടേഴ്സ് എന്തിനു ഹെൽപ്പ് ചെയ്യും? സ്പെർമിയോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. സ്പെർമിയോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഏതാണ്? ഫസ്റ്റ് A ഏതാണ്? FSH. B ഏതാണ്? ലേഡിക് സെൽ. A FSH, B ലേഡിക് സെല്ല്, C ഏതാണ്? സെർട്ടോളി സെല്ല്, and D that is spermiogenesis. So first one is the correct option. Okay, next question. Which of the following is not a component of fallopian tube? Fallopian tube ന്റെ കമ്പോണന്റ് അല്ലാത്തൊരു പാർട്ട് ഈ ഓപ്ഷൻസിനകത്ത് കിടപ്പുണ്ട്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ അപ്പൊ എന്താണ് ഫൊളോപ്പിയൻ ട്യൂബ് എന്ന് ചോദിച്ചാൽ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗന്റെ ഒരു പാർട്ടാണ് ഏതെന്ന് പറയാ, ഫൊളോപ്പിയൻ ട്യൂബ്. ഇതാണ് ഫൊളോപ്പിയൻ ട്യൂബ്. ഓക്കെ, നമ്മുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിന്റെ ഒരു പാർട്ടാണ് ഏതാ?
ഫൊളോപ്പിയൻ ട്യൂബ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫൊളോപ്പിയൻ ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഫൊളോപ്പിയൻ ട്യൂബിന് 3 പാർട്സ് കാണും, 3 ഭാഗം കാണും. ഫൊളോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓബി ഡക്ട് എന്നും പറയാം കേട്ടോ. സോ അപ്പൊ ഫൊളോപ്പിയൻ ട്യൂബ് എടുക്കുകയാണെങ്കിൽ അതിന് 3 പാർട്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് അതിന്റെ 3 പാർട്സ് എന്ന് പറഞ്ഞാൽ, അതിന് ഒരു ഫണൽ ഷേപ്ഡ് പാർട്ട് കാണും. ഇറ്റ് ഈസ് കോൾഡ് ഇൻഫണ്ടിബുളം എന്നാണ് പറയാ. ഫണൽ ഷേപ്ഡ് പാർട്ട്, ഫണൽ ഷേപ്ഡ് പാർട്ട് ഈസ് കോൾഡ് ഇൻഫണ്ടിബുളം എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ഒരു ട്യൂബ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വൈഡർ ട്യൂബ് ആണ്. ഓക്കെ, കുറച്ച് വൈഡർ ആയിട്ടുള്ള പാർട്ടാണ്. ഇറ്റ് ഈസ് കോൾഡ് ആംപ്യൂള എന്നാണ് പറയാ. ആംപ്യൂള, വൈഡർ പാർട്ട് ആംപ്യൂള. ആംപ്യൂള കഴിഞ്ഞാൽ നെക്സ്റ്റ് അങ്ങോട്ട് വരുന്ന ഒരു നാരോ പാർട്ടാണ്. ഇറ്റ് ഈസ് കോൾഡ് ഇസ്തുമസ് എന്ന് പറയും. അപ്പൊ ഈ 3 പാർട്സ് ആണ് നമ്മുടെ ഫൊളോപ്പിയൻ ട്യൂബിനുള്ളത്. അപ്പൊ ഏതൊക്കെയാ ഫൊളോപ്പിയൻ ട്യൂബിന്റെ 3 പാർട്സ്? ഇൻഫണ്ടിബുളം, ആംപ്യൂള, ഇസ്തുമസ്. ഓക്കെ, ഇത്രയാണ് ഫൊളോപ്പിയൻ ട്യൂബിന്റെ 3 പാർട്സ് എന്ന് പറയുന്നത്. സോ അപ്പം അതിനകത്ത് 3 പാർട്സുകൾ ഉണ്ടല്ലോ, ഇസ്തുമസ്, ഇൻഫണ്ടിബുളം, ആംപ്യൂള, അല്ലെ? ഇപ്പൊ 3 എണ്ണം ഫൊളോപ്പിയൻ ട്യൂബിന്റെ പാർട്ടാണ്. അപ്പൊ അല്ലാതെ വന്നേക്കുന്ന ഏതാണ്? യൂട്രൈൻ ഫണ്ടസ്, അല്ലെ? ഇത് ഫൊളോപ്പിയൻ ട്യൂബിന്റെ പാർട്ട് അല്ല, യൂട്രൈൻ ഫണ്ടസ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നോട്ട് എ കമ്പോണന്റ് ഓഫ് ഫൊളോപ്പിയൻ ട്യൂബ് എന്നല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? യൂട്രൈൻ ഫണ്ടസ്. യൂട്രൈൻ ഫണ്ടസ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ടോപ്പ് പാർട്ടാണ്. ഇത് ഈ കാണിച്ചേക്കുന്ന ഭാഗത്തിനാണ് എന്ത് പറയാ? യൂട്രൈൻ ഫണ്ടസ് എന്ന് പറയാ. അത് ഫൊളോപ്പിയൻ ട്യൂബിന്റെ പാർട്ട് അല്ല. ഓക്കെ, +2 വിദ്യാർത്ഥികൾക്കായിട്ട് ഇതാ ഒരു സന്തോഷ വാർത്ത. എന്താണെന്നല്ലേ? പ്രവാസി വിദ്യാമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റും വിജയ് അക്കാദമിയും മാതൃഭൂമിയും സംയുക്തമായി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് എൻട്രൻസ് ടാലന്റ് ഹണ്ടും സ്കോളർഷിപ്പ് എക്സാമും കണ്ടക്ട് ചെയ്യുന്നു. വിജേതാസ് 2025. ഈ പരീക്ഷയിലൂടെ തെരഞ്ഞെടുക്കുന്ന മിടുക്കരായ 1000 വിദ്യാർത്ഥികൾക്ക് പ്രവാസി വിദ്യാമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന സ്കോളർഷിപ്പോടുകൂടി IIT, NEET, JEE, കീപ് തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നു. ഏകദേശം 10 കോടി രൂപയിലധികമുള്ള സ്കോളർഷിപ്പാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. 1ാം സമ്മാനം 2 ലക്ഷം രൂപ, 2ാം സമ്മാനം 1,50,000 രൂപ, 3ാം സമ്മാനം 1,20,000 രൂപ. അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തിലും സ്കൂൾ അടിസ്ഥാനത്തിലും അനവധി സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമായിരിക്കും. ഓൺലൈൻ മാതൃകയിലായിരിക്കും എക്സാം. പക്ഷേ ഒരു നിബന്ധന മാത്രം: ഈ സ്കോളർഷിപ്പിന് അർഹരാകുന്ന കുട്ടികളുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അപ്പോൾ ഇനി നിങ്ങളുടെ എൻട്രൻസ് പഠനം സ്കോളർഷിപ്പോടുകൂടി വിജയദാസിനൊപ്പം.